ഹായ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രമേശ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠമായിരുന്നു പഠിച്ചു തുടങ്ങിയത്. അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് നോക്കാം. മറ്റെങ്ങോ ആയിരുന്ന കൃതവർമ്മ അശ്വത്ഥാമാക്കൾ യുദ്ധത്തിൽ വളരെ പരുക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ 3 പേർ വിവരമറിഞ്ഞു തേരിൽ പാഞ്ഞുവന്ന് ചോരയിലാണ്ട് നിലത്തു കിടന്നുരുളുന്ന ദുര്യോധനനെ കണ്ടു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച 3 പേർ ആരൊക്കെയാണ്? കൃപർ, കൃതവർമാവ്, അശ്വത്ഥാമാക്കൾ. ആരൊക്കെ? അശ്വത്ഥാമാവ്, കൃപർ, കൃതവർമാവ്. മറ്റെങ്ങോ ആയിരുന്ന കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും യുദ്ധത്തിൽ വളരെ പരുക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ 3 പേർ വിവരമറിഞ്ഞ് തേരിൽ പാഞ്ഞുവന്ന് ചോരയിൽ കുളിച്ച് നിലത്ത് കിടന്നുരുളുന്ന ദുര്യോധനനെ കണ്ടു. എല്ലാവരും ഇറങ്ങിച്ചെന്ന് അയാളുടെ അടുത്ത് നിലത്തിരുന്നു. നിലമെന്ന് പറഞ്ഞാൽ എന്താണ്? തറ. അപ്പോൾ തറയിൽ ഇരുന്നു. അശ്വത്ഥാമാവ് കണ്ണീരുമായി പലതും പറഞ്ഞ് വിലപിച്ചു. അപ്പോൾ അശ്വത്ഥാമാവ് കണ്ണീരോടെ പല കാര്യങ്ങളും പറഞ്ഞിങ്ങനെ കരഞ്ഞു. അപ്പോൾ ദുര്യോധനൻ ആശ്വസിപ്പിച്ചു. ഇതു തന്നെയാണ് മനുഷ്യൻ്റെ വിധി. രാജാവായിട്ടും ഞാൻ വീണു. ഭാഗ്യവശാൽ യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല. പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതു തന്നെയാണ് മനുഷ്യൻ്റെ വിധി. രാജാവായിരുന്നിട്ട് പോലും ഞാൻ വീഴുകയാണുണ്ടായത്. ഭാഗ്യവശാൽ ഞാൻ യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല. പിന്നെയോ പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. ഇവിടെ പാപികളെന്ന് പറയുന്നത് പാണ്ഡവരെയാണ്. ഭാഗ്യവശാൽ നിങ്ങളെ ഈ ജനനാശത്തിൽ നിന്ന് മുക്തരായി കാണുവാനും സാധിച്ചു. എൻ്റെ ഭാഗ്യം കൊണ്ട് നിങ്ങളെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതെനിക്ക് വളരെ സന്തോഷമായി. എന്നെ ചൊല്ലി വ്യസനിക്കരുത്. വ്യസനിക്കുക, ദുഃഖിക്കുക. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. വേദം എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ അറിവ് പകരുന്ന ഗ്രന്ഥം. അക്ഷയം എന്ന് പറഞ്ഞാൽ നശിക്കാത്ത. അപ്പോൾ ഇവിടെ ദുര്യോധനൻ പറയുകയാണ്, വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ ഒരിക്കലും നശിക്കാത്ത ലോകങ്ങൾ നേടിയിരിക്കുന്നു. കൃഷ്ണൻ്റെ പ്രഭാവം അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. പ്രഭാവം, മഹിമ അല്ലെങ്കിൽ മഹത്വം എന്നൊക്കെ പറയാം. അപ്പോൾ കൃഷ്ണൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്നും ഒട്ടും അനങ്ങിയിട്ടില്ല. നിങ്ങൾ എൻ്റെ ജയത്തിനു വേണ്ടി ആവുന്നതൊക്കെ ചെയ്തു. പക്ഷേ വിധി കവച്ചു കടക്കാവതല്ലോ. എൻ്റെ ജയത്തിനു വേണ്ടി നിങ്ങൾ എല്ലാം ചെയ്തെങ്കിലും വിധിയെ നമുക്ക് മറികടക്കാൻ സാധിക്കുകയില്ല. ഇത്രയും പറഞ്ഞു കണ്ണിൽ വെള്ളം നിറഞ്ഞും വേദന കൊണ്ട് ഞെരങ്ങിയും മിണ്ടാതായ ദുര്യോധനനോട് ക്രോധം കൊണ്ട് കത്തിക്കാളുന്ന അശ്വത്ഥാമാവ് കൈതിരുമ്മിക്കൊണ്ടും തൊണ്ടയിടറിക്കൊണ്ടും പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ, അതായത് ദുര്യോധനൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അശ്വത്ഥാമാവിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഇത്രയും പറഞ്ഞു കണ്ണിൽ വെള്ളം നിറഞ്ഞും വേദന കൊണ്ട് ഞെരങ്ങിയും മിണ്ടാതായ ദുര്യോധനനോട് ക്രോധം കൊണ്ട് കത്തിക്കാളുന്ന അശ്വത്ഥാമാവ് കൈ തിരുമ്മിക്കൊണ്ടും തൊണ്ടയിടറിക്കൊണ്ടും പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറഞ്ഞും വേദന കൊണ്ട് മൂളി. ഞെരങ്ങിയെന്ന് പറഞ്ഞാൽ മൂളുകയും മിണ്ടാതായ ദുര്യോധനനോട് ക്രോധം കൊണ്ട് കത്തിക്കാളുന്ന, ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം, ദേഷ്യത്താൽ കത്തിക്കാളുന്ന അശ്വത്ഥാമാവ് കൈ തിരുമ്മിക്കൊണ്ടും തൊണ്ടയിടറിക്കൊണ്ടും പറഞ്ഞു. ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എൻ്റെ അച്ഛനെ വധിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞിരിക്കുന്നത്, അശ്വത്ഥാമാവിൻ്റെ അച്ഛനെന്ന് പറയുന്നത് ദ്രോണർ. അപ്പോൾ ദ്രോണറുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. ദ്രോണറുടെ പുത്രനായതുകൊണ്ടാണ് അശ്വത്ഥാമാവിന് ദ്രൗണി എന്ന പേരും ഉണ്ട്. അപ്പോൾ ആ ദുഷ്ടന്മാർ, ഇവിടെ ദുഷ്ടന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് പാണ്ഡവരെയാണ്. പാണ്ഡവർ കൊടും ക്രൂരത കാട്ടിയാണ് ദ്രോണരെയും കൊന്നത്. അതിലും എനിക്കത്ര വ്യസനമില്ല. വ്യസനം എന്ന് പറഞ്ഞാൽ ദുഃഖം. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എൻ്റെ സുഹൃതങ്ങളെ പിടിച്ച് ആണയിടുന്നു. സുഹൃതം എന്ന് പറഞ്ഞാൽ പുണ്യം. അപ്പോൾ എൻ്റെ സുഹൃതങ്ങളെ പിടിച്ച് ആണയിടുന്നു. ആണയിടുക എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക. ഇന്നു ഞാൻ സർവ്വ പാഞ്ചാലരെയും വാസുദേവൻ കാണെ തന്നെ കാലനൂർ പോകിക്കും. സർവ്വപാഞ്ചാലരെന്ന് പറഞ്ഞാൽ പാണ്ഡവർ, പാഞ്ചാലരെന്ന് പറഞ്ഞാൽ പാണ്ഡവരാണ്. സർവ്വം എന്ന് പറഞ്ഞാൽ എല്ലാ പാണ്ഡവരെയും 5 പേരെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാസുദേവൻ കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ കാണെ തന്നെ
കാലനൂർ പൂകിക്കും. കാലനൂർ പോകുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരെ എല്ലാം കൊല്ലുമെന്നാണ് പറയുന്നത്. ആരാണ് കൊല്ലുമെന്ന് പറയുന്നത്? അശ്വത്ഥാമാവ്. ആരെ? അതായത് കൃഷ്ണൻ കാണെ തന്നെ ഈ പാണ്ഡവരെയെല്ലാം താൻ കൊല്ലും. അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. അപ്പോൾ അതിന് വേണ്ട അനുവാദം ദുര്യോധനൻ നൽകണമെന്നാണ് അശ്വത്ഥാമാവ് വളരെയേറെ ദേഷ്യത്തോടും സങ്കടത്തോടെയും പറയുന്നത്. ഇത് കേട്ട ഉടനെ ദുര്യോധനൻ കൃപരോട് പറഞ്ഞു, ആചാര്യ, വേഗത്തിൽ നിറകുടം കൊണ്ടുവരൂ. കൃപർ പോയി അത് കൊണ്ടുവന്നപ്പോൾ തുടർന്നു, എൻ്റെ ആജ്ഞ അനുസരിച്ച് ദ്രോണപുത്രനെ സേനാപതിയായി അഭിഷേകിക്കൂ. എൻ്റെ ആജ്ഞ, അതായത് ദുര്യോധനൻ്റെ ആജ്ഞ അനുസരിച്ച് ദ്രോണപുത്രനായ അശ്വത്ഥാമാവിനെ സേനാപതിയായി അഭിഷേകം ചെയ്യാനായിരുന്നു ദുര്യോധനൻ കൃപരോട് പറഞ്ഞത്. ബ്രാഹ്മണൻ രാജാവിൻ്റെ കൽപ്പന കിട്ടിയിട്ട് യുദ്ധം ചെയ്യാവൂ എന്നാണ് ധർമ്മജന്മാരുടെ അനുശാസനം. ബ്രാഹ്മണനാണ് ആരാ? ഇവിടെ അശ്വത്ഥാമാവ്. അതായത് ദ്രോണാചാര്യരുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. അപ്പം അശ്വത്ഥാമാവ് ബ്രാഹ്മണനായതിനാൽ രാജാവിൻ്റെ കൽപ്പന കിട്ടിയിട്ട് യുദ്ധം ചെയ്യാവൂ എന്നാണ് ധർമ്മജന്മാരുടെ കൽപ്പന. അനുശാസനം എന്ന് പറഞ്ഞാൽ കൽപ്പന. കൃപർ അതു നടത്തി. ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ച് വിടവാങ്ങി ആർത്ത് വിളിച്ചുകൊണ്ട് മറ്റു 2 പേരോടുകൂടി അവിടം വിട്ടു. ആശ്ലേഷിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ കൃപർ അത് നടത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സേനാപതിയായി അഭിഷേകം ചെയ്തു. ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ച് വിടവാങ്ങി ആർത്ത് വിളിച്ചുകൊണ്ട് മറ്റു 2 പേരോടുകൂടി അവിടം വിട്ടു. ഇവിടെ മറ്റു 2 പേരെന്ന് പറയുന്നത് ആരൊക്കെയാണ്? കൃപരും കൃതവർമാവും. മുമ്പ് പലപ്പോഴും കൗരവസഭയിൽ ഭീഷ്മ, കർണ, ഗാന്ധാര, സിന്ധു രാജാദി ബന്ധുക്കളുടെ മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി ഞെളിഞ്ഞിരിക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യയ സ്ഥൈര്യത്തിലും എതിരാളികളോടുള്ള അവജ്ഞയിലും മറ്റും ആദരണീയമായ ഒരംശമുണ്ടെന്ന് ആർക്കാനും തോന്നിയിരിക്കുമോ? ഇവിടെ കൗരവസഭ എന്ന് പറയുന്നത് ഭീഷ്മർ, കർണൻ, ഗാന്ധാര, സിന്ധു രാജാക്കന്മാരും ചേർന്നതാണ്. ഗാന്ധാര ദേശത്തെ രാജാവും ഇവിടെ സിന്ധു രാജാവെന്ന് പറഞ്ഞിരിക്കുന്നത് ദുര്യോധനൻ്റെ സഹോദരിയായ ദുശ്ശലയുടെ ഭർത്താവിനെയാണ്, അതായത് ജയദ്രഥനെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മധ്യത്തിൽ പ്രതാപത്തോടും, പ്രതാപം എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ടുള്ള എന്നാണ് അർത്ഥം, പ്രതാപത്തോടും ശ്രീയോടും കൂടി, ശ്രീ ഐശ്വര്യം, സമ്പത്ത് കൊണ്ടുള്ള ഐശ്വര്യത്തോടു കൂടി ഞെളിഞ്ഞിരിക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യയ സ്ഥൈര്യം, സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം എന്നാണ് സ്വപ്രത്യയ സ്ഥൈര്യത്തിൻ്റെ മീനിങ്. എതിരാളികളോടുള്ള അവജ്ഞയിലും, അവജ്ഞ എന്ന് പറഞ്ഞാൽ നിന്ദ, ഇത് ഇത്രയുമൊക്കെ ഉണ്ടായിരുന്ന ദുര്യോധനനിൽ ഒരാദരണീയമായ, അതായത് മറ്റുള്ളവർക്ക് ആദരവ് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരംശമുണ്ടെന്ന് ആർക്കാനും തോന്നിയിരിക്കുമോ? എന്നാൽ ഇന്ന് ഈ മൃത്യുരംഗത്തിൽ നിലത്ത് വീണ് പ്രാണവേദന കൊണ്ട് ഞെരുങ്ങുമ്പോഴും അയാളിൽ അതേ ഭാവങ്ങൾ അതേ അളവിൽ നിലനിൽക്കുന്നത് കാണുമ്പോൾ അതിലൊരു സ്ഥിരസത്വതയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നാം നിർബന്ധരാകുന്നു. എന്നാൽ ഇന്ന് ഈ മൃത്യുരംഗത്തിൽ, അതായത് മരിക്കാൻ കിടക്കുന്ന ആ അവസ്ഥയിൽ പോലും ദുര്യോധനൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഏതായാലും ഈ സ്ഥിതിയിൽ അയാളുടെ തലയിൽ ചവിട്ടുവാൻ ആർക്കും കാല് പൊങ്ങുകയില്ല. അതിനും പുറമെ ദുര്യോധനൻ തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെയും ആരോമലായ ഭാര്യയെയും ഓർക്കുന്നതിനു മുമ്പേ തങ്ങളുടെ ഏക സഹോദരിയായ ദുശ്ശലയെ ചൊല്ലി വ്യസനിക്കുന്നതും നോക്കുക. ആ ഹൃദയോന്നതിക്ക് മുമ്പിൽ, ആ ആഭിജാത്യത്തിന് മുമ്പിൽ ഒരിറ്റു കണ്ണുനീർ തൂകാതിരിപ്പാൻ ആർക്ക് സാധിക്കും? മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനൻ തൻ്റെ മാതാപിതാക്കളെയും, അതായത് വയസ്സായ അച്ഛനെയും അമ്മയെയും, പിന്നെയോ തൻ്റെ സ്നേഹനിധിയായ ഭാര്യയെയും ഓർക്കുന്നതിന് മുമ്പ് തന്നെ ഏക സഹോദരിയായ ദുശ്ശലയെ ചൊല്ലിയാണ് ദുഃഖിക്കുന്നത്. അപ്പോൾ ദുര്യോധനൻ്റെ ആ ഹൃദയ വിശാലതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനു മുന്നിൽ ആർക്കാണ് കണ്ണുനീർ തൂകാതിരിക്കാൻ സാധിക്കാതിരിക്കുന്നത്? അവർ കൃതവർമ്മ അശ്വത്ഥാമാക്കൾ 3 പേരും പാണ്ഡവരുടെ പാളയത്തിനടുത്തെത്തി. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ദുര്യോധനൻ്റെ അടുത്ത് നിന്നും ആരൊക്കെയാണ്? കൃപരും കൃതവർമാവും അശ്വത്ഥാമാവ്, അവരെയാണ് ഈ 3 പേരെന്ന് പറഞ്ഞിരിക്കുന്നത്. 3 പേർ ആരൊക്കെയാണ്? കൃപർ, കൃതവർമാവ്, അശ്വത്ഥാമാവ്. ഇവർ 3 പേരും കൂടെ ചേർന്ന് പാണ്ഡവരുടെ പാളയത്തിനടുത്ത് എത്തി. പാളയം എന്ന് പറഞ്ഞാൽ പടകുടീരം അല്ലെങ്കിൽ ശിബിരം എന്നൊക്കെ പറയാം. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. പാണ്ഡവർ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു അവർ അവിടെ എത്തിയത്. ഇന്ന് മംഗളത്തിനു വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്തു പാർക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണൻ അവരെയും സാത്യകിയെയും കൂട്ടി ഓഘവതി നദിയുടെ തീരത്തിൽ ചെന്ന് കൂടിയിരുന്നു. ഇവിടെ സാത്യകി എന്ന് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ്റെ ഒരു ബന്ധുവിനെയാണ്. കൃഷ്ണൻ എന്തു ചെയ്തു? പാളയത്തിൽ നിന്നും ആരൊക്കെയാണ്? പാണ്ഡവരെയും കൂട്ടി എവിടെ പോയി? ഓഘവതി നദിയുടെ തീരത്തിൽ ചെന്ന് കൂടിയിരുന്നു. ഇവിടെ ഓഘവതി നദി എന്ന് പറയുന്നത് ഭീഷ്മർ ശരശയ്യയിൽ കിടന്നത് ഈ നദിയുടെ തീരത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു പുണ്യ നദിയും കൂടെയാണ് ഓഘവതി നദി. കുരുക്ഷേത്രത്തിന് കുറുകെ ഒഴുകുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നദിയുടെ തീരത്താണ് ആര് പോയത്? കൃഷ്ണൻ ആരെയും കൂട്ടി? പാണ്ഡവരെയും കൃഷ്ണൻ്റെ ബന്ധുവായ സാത്വികയെയും കൂട്ടി എത്തി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ദ്രൗണി ശിബിരദോരത്തിൽ വെച്ച് കൃപ കൃതവർമാക്കളോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കടന്ന് കാലനെ പോലെ പ്രവർത്തിക്കും. ഒറ്റയൊരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്ന് ജീവനും കൊണ്ട് പോകാതിരിപ്പാൻ ശ്രദ്ധിച്ചു നിൽക്കണം. എന്നിട്ടയാൾ ശിബിരത്തിലേക്ക് ചാടിക്കടന്നു. തനിക്ക് ആ സ്ഥലമെല്ലാം അറിയാം. അയാൾ നേരെ ദൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അപ്പോൾ ശിബിരത്തിനകത്ത് കടന്ന് കാലനെ പോലെ പ്രവർത്തിക്കുമെന്ന് ആര് പറയുന്നു? ദ്രൗണി കൃപരോടും കൃതവർമാക്കളോടുമായി പറയുന്നു. പിന്നെയോ എന്നിട്ട് എന്താണ് പറയുന്നത്? ഒരാൾ പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് ജീവനും കൊണ്ട്, അതായത് ജീവനോടെ പുറത്തു പോകാതെ നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കണം. എന്നിട്ട് അയാളെന്ന് പറഞ്ഞിരിക്കുന്നത് ദ്രൗണി എന്ന് പറഞ്ഞാൽ ആരാണ്? അശ്വത്ഥാമാവിനെയാണ് ദ്രൗണി എന്ന് പറയുന്നത്, ദ്രോണരുടെ പുത്രൻ. നേരത്തെ നമ്മളത് പഠിച്ചു കഴിഞ്ഞു, എന്നാലും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ദ്രൗണി എന്ത് ചെയ്തു? ശിബിരത്തിനകത്തോട്ട് ചാടിക്കടന്നു. ദ്രൗണിക്ക് അതിനകമെല്ലാം, ആ ശിബിരത്തിനകത്തുള്ള സ്ഥലമെല്ലാം അറിയാം. അയാൾ നേരെ എവിടെയാണ് ചെന്നത്? ദൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്നത് പാഞ്ചാലിയുടെ സഹോദരനാണ്, അതായത് ദ്രുപദൻ്റെ പുത്രൻ. ദ്രുപദൻ്റെ മക്കളാണ് ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും. പാഞ്ചാലിയുടെ മറ്റൊരു പേരാണ് ദ്രൗപദി. ദ്രൗപദിയുടെ സഹോദരനാണ് ദൃഷ്ടദ്യുമ്നൻ. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന ആ മുറിയിലേക്ക് ആര് കടന്നു ചെന്നു? ദ്രൗണി കടന്നു ചെന്നു. യുദ്ധശ്രാന്തനായ ദൃഷ്ടദ്യുമ്നൻ മാലകൾ വിതാനിച്ചു നർമ്മണം പുകച്ച അറയിൽ വെള്ള വിരിപ്പ് വിരിച്ച വലിയ മെത്തയിൽ ഒരു ഭയവുമില്ലാതെ സ്വൈരമായി കിടന്നുറങ്ങുകയാണ്. ദ്രൗണി അയാളെ ചവിട്ടിയുണർത്തി. ദൃഷ്ടദ്യുമ്നൻ ഉണർന്നു നോക്കി. ദ്രൗണിയെ കണ്ടറിഞ്ഞു ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്ക് ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ചു താഴെയിട്ട് ചവിട്ടി. മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങവേ ദൃഷ്ടദ്യുമ്നൻ മാന്തിയൊഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞരങ്ങി. ആചാര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ. താമസിക്കേണ്ട. മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പോകട്ടെ. യുദ്ധശ്രാന്തൻ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച്, അതായത് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് കിടക്കുന്ന ദൃഷ്ടദ്യുമ്നൻ്റെ അടുത്ത് ആര് ചെന്നു? ദ്രൗണി ചെന്നു. ദ്രൗണി അയാളെ ചവിട്ടി ഉണർത്തി. പിന്നെയോ ദൃഷ്ടദ്യുമ്നൻ ഉണർന്നു നോക്കിയപ്പോൾ ആരെയാണ് കണ്ടത്? ദ്രൗണിയെയാണ് കണ്ടത്. ഇപ്പോൾ ഉടനെ ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും ദ്രൗണി ദൃഷ്ടദ്യുമ്നൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ച് താഴെയിട്ട് ചവിട്ടി. മയക്കം പോകാതെ എന്ന് പറഞ്ഞാൽ ഉറക്കം പോയിട്ടില്ല, അതായത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ദൃഷ്ടദ്യുമ്നൻ. അപ്പോൾ അങ്ങനെ ആ മയക്കത്തിൽ കിടന്നിരുന്ന ദൃഷ്ടദ്യുമ്നന് അനങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലുമൊക്കെ ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാനായിട്ട് നോക്കുന്നു. ആ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ ദ്രൗണിയെ മാന്തിയൊഴിക്കാനും ശ്രമിച്ചു. എന്നിട്ട് എന്താണ് പറയുന്നത്? ആചാര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കും. ഇവിടെ ആചാര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദ്രോണാചാര്യരെയാണ്. ആചാര്യപുത്രൻ എന്ന് പറയുമ്പോൾ ദ്രൗണി, അതായത് അശ്വത്ഥാമാവ്.
എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ. ശസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുധം. അപ്പോൾ ആയുധം കൊണ്ട് തന്നെ കൊല്ലാനാണ് ആര് പറയുന്നത്? ദൃഷ്ടദ്യുമ്നൻ പറയുന്നത്. ദൃഷ്ടദ്യുമ്നനായിരുന്നു ആരെ കൊന്നത്? ദ്രോണരെ കൊന്നത്. അതായത് ദ്രൗണിയുടെ, അശ്വത്ഥാമാവിൻ്റെ അച്ഛനായ ദ്രോണരെ കൊന്നത് ആരാണ്? ദൃഷ്ടദ്യുമ്നനാണ്. അതുകൊണ്ട് തന്നെ ദ്രൗണി എന്ത് ചെയ്യുന്നു? ദൃഷ്ടദ്യുമ്നനെയും കൊല്ലാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ശസ്ത്രം കൊണ്ട്, ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം, ആയുധം കൊണ്ട് എന്നെ കൊന്നേക്കൂ. താമസിക്കേണ്ട മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പോകട്ടെ. അപ്പോൾ മനുഷ്യരിൽ ശ്രേഷ്ഠനായ അങ്ങയുടെ കൈകൊണ്ട് തന്നെ ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക്, സുഹൃത ലോകം എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്തിലേക്ക് ഞാൻ പോകട്ടെ. ഇതിന് മറുപടിയായി ദ്രൗണി പറയുകയാണ്, ഗുരുഹാദികൾക്ക് കുലപാംസന ലോകങ്ങളില്ല. ദ്രൗണി പറഞ്ഞു, അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. ഇതും പറഞ്ഞ് അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയമർത്തി കഥ കഴിച്ചു. ഗുരുഹാദി, ഗുരുഹാദി എന്ന് പറഞ്ഞാൽ ഗുരുവിനെ കൊന്നവൻ. ഗുരു ആരായിരുന്നു? ദ്രോണാചാര്യർ. അപ്പോൾ ദ്രോണാചാര്യരെ കൊന്നവനായ ദൃഷ്ടദ്യുമ്നനെയാണ് ഇവിടെ ഗുരുഹാദി എന്ന് പറയുന്നത്. ഗുരുഹാദികൾക്ക്, ഗുരുവിനെ കൊന്നവന് കുലപാംസനാലോകങ്ങളില്ല. അതായത് തങ്ങളുടെ ആ കുലത്തിന് തന്നെ കളങ്കമുണ്ടാക്കിയവനാണ് ദൃഷ്ടദ്യുമ്നൻ. അതുകൊണ്ട് നിന്നെ എന്ത് ചെയ്യില്ല? ഞാൻ ശസ്ത്രം കൊണ്ട് കൊല്ലുകയില്ല. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം, ആയുധം കൊണ്ട് നിന്നെ ഞാൻ കൊല്ലുകയില്ല. ക്ഷത്രിയന് വീരസ്വർഗം കിട്ടണമെങ്കിൽ ആയുധം കൊണ്ട് മരിക്കണമെന്നാണ് നിയമം. അതുകൊണ്ടാണ് ദൃഷ്ടദ്യുമ്നൻ ദ്രൗണിയോട് തന്നെ ആയുധം കൊണ്ട് കൊല്ലണമെന്ന് പറയുന്നത്. എന്നാൽ ഗുരുവിനെ കൊന്നവനായ നിന്നെ ഞാൻ ആയുധം കൊണ്ട് കൊല്ലില്ല എന്നാണ് ആര് പറയുന്നത്? ദ്രൗണി പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയമർത്തി അയാളുടെ കഥ കഴിച്ചു. കഥ കഴിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക. ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.